നമസ്കാരം. പൊതുവേദിയിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രി പിണറായി വിജയനും രാഹുൽ ഗാന്ധിയും തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്കിടയിൽ നേർക്കുനേർ കൊമ്പ് കോർക്കുകയാണ്. രാഹുൽ ഗാന്ധിക്ക് മറുപടിയുമായി മുഖ്യമന്ത്രി ഇന്ന് എത്തി. രാഹുൽ ഗാന്ധിക്ക് ഒരു പേരുണ്ടെന്ന് മുഖ്യമന്ത്രി ഇന്ന് കേരളത്തെ വീണ്ടും ഓർമ്മിപ്പിച്ചു. തന്നെ ഇ.ഡി. ചോദ്യം ചെയ്യാത്തത് എന്തെന്നൊക്കെയുള്ള വിഷമം ആണ് രാഹുൽ ഗാന്ധിക്ക് എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ ആക്ഷേപം. മുഖ്യമന്ത്രിയും രാഹുൽ ഗാന്ധിയും തമ്മിലുള്ള പോര് വീണ്ടും മുറുകുമോ എന്നാണ് ന്യൂസ് 18 പൊതുവേദി ഇന്ന് ചർച്ച ചെയ്യുന്നത്. എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം. ആദ്യ കോളർ തൃശ്ശൂരിൽ നിന്ന് ശിവജിയാണ്. ശ്രീ ശിവജി, ഇന്ന് ഈ രാഹുൽ ഗാന്ധിയുടെ വിമർശനങ്ങൾക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടി പറഞ്ഞിരിക്കുന്നു. മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യാത്തതിലാണ് രാഹുൽ ഗാന്ധിക്ക് പ്രയാസം എന്നാണ് മുഖ്യമന്ത്രിയുടെ ആക്ഷേപം. അങ്ങനെ പ്രയാസപ്പെടുന്ന കാര്യം ഉണ്ടോ? എന്താണ് ശ്രീ ശിവജിക്ക് തോന്നുന്നത്? അതായത് ഒരു മഴക്കാലത്ത് നമ്മള് വലിയൊരു വെള്ളപ്പൊക്കത്തിൽ ഒരു തുരുത്തിൽ കയറിയിരിക്കുകയാണെന്ന് വിചാരിക്കും. വെള്ളം പൊങ്ങി പൊങ്ങി വരുമ്പോൾ ആ തുരുത്തുകൂടി നഷ്ടപ്പെടുന്നു വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസികാവസ്ഥയാണ് ഈ പിണറായി വിജയൻ. അതായത് ആകെ ഇന്ത്യയിൽ ഒന്ന് കാല് കുത്തി നിൽക്കാനുള്ള ചെറിയൊരു സ്ഥലമാണ് ഈ കേരളം. അപ്പൊ ഈ രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്ന് മത്സരിക്കുന്നതിന് കഴിഞ്ഞ 5 വർഷം മുമ്പും വല്ലാതെ ചൊറിഞ്ഞിരുന്നു പിണറായി വിജയൻ. അതേ ചൊറിച്ചിൽ തന്നെയാണ് അങ്ങേർക്ക് ഇപ്പോഴും. പിന്നെ രാഹുൽ ഗാന്ധിക്ക് ഒരു പേരുണ്ടെന്ന് പറഞ്ഞാൽ പുള്ളി ഉദ്ദേശിച്ച ഒരു പക്ഷെ പപ്പു എന്നായിരിക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്താണ് ഉദ്ദേശിച്ചത് മനസ്സിലായില്ല കേട്ടോ. ഇനി അങ്ങനെയാണെങ്കിൽ തന്നെ ആ പേര് ഒരു നിഷ്കളങ്കതയുടെ പേരാണ്, പക്ഷെ ക്രൂരതയുടെ പേരാണ് പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ. ഇതിലേതാണ് ജനം അംഗീകരിക്കുക എന്ന് നമുക്ക് കാണാമല്ലോ. ഒരു സീറ്റിന്റെ കണിക പോലും പിണറായി വിജയൻ ഇപ്രാവശ്യം കിട്ടില്ല. പിണറായി വിജയന് കിട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം എന്താ പറയുക, CPM എന്ന ആ പാർട്ടിയെ നശിപ്പിച്ച് അങ്ങേര് കൊളവാക്കി. കാരണം എനിക്ക് ശേഷം പ്രളയം എന്നാണ് ഇദ്ദേഹം ഉദ്ദേശിക്കുന്നത്. കാരണം ഞാൻ കഴിഞ്ഞാൽ ഇനി ഈ പാർട്ടി ഇവിടെ ഉണ്ടാവരുത് എന്ന് ആഗ്രഹിക്കുന്നു. ഞാനും എന്റെ മകൾക്കും വേണ്ടി ജീവിക്കുന്ന ആ വ്യക്തി പറയുന്നത് നമ്മൾ കണക്കാക്കണ്ട. അതുകൊണ്ട് മറ്റൊരു പ്രേക്ഷകൻ വെള്ളമുണ്ടയിൽ നിന്ന് ചേരുന്നു. ശ്രീ സൂപ്പി വയനാട്ടിൽ നിന്നാണ് വിളിക്കുന്നത് അല്ലേ? അതെ, ഞാൻ വെള്ളമുണ്ട. ശ്രീ സൂപ്പി, അവിടെ എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പ് പ്രചരണം? നല്ല ഗംഭീരമായി പോകുന്നുണ്ടോ? രാജയ്ക്ക് വേണ്ടി അരയും തലയും മുറുക്കിയിട്ടാണ് നമ്മളെ പ്രവർത്തകര് രംഗത്ത് ഇറങ്ങിയിട്ടുള്ളത്. അത് ശരി. ആർക്ക് വേണ്ടി അരയും തലയും മുറുക്കിയാണ് ഇറങ്ങിയിരിക്കുന്നത്? രാജ. അത് ശരി. അപ്പൊ ഈ രാഹുൽ ഗാന്ധിയും മുഖ്യമന്ത്രിയും തമ്മിലുള്ള ഈ വാക്പോരിനെ ഇത് എങ്ങനെയാണ് സൂപ്പി കാണുന്നത്? രാഹുൽ ഗാന്ധി ഒരു അഖിലേന്ത്യാ നേതാവാണെങ്കിൽ ഈ കേരളത്തിലെ മുഖ്യമന്ത്രിയെ ഏത് രീതിയിലാണ് ആക്രമിക്കുന്നത് ജനങ്ങൾക്ക് മൊത്തം അറിയാം. കാരണം പിണറായി വിജയനെ സംബന്ധിച്ച് കേരളത്തിലെ ജനം നല്ലൊരു മതിപ്പ് വിലയിരുത്തിയിട്ടുണ്ട്. കാരണം കൊറോണ സമയത്തൊക്കെ ജനങ്ങളെ ഒരുപാട് സഹായിച്ച ഒരു മുഖ്യമന്ത്രിയാണ് കേരളത്തിലുള്ള പിണറായി വിജയൻ സാർ. പിന്നെ രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്ന് മത്സരിക്കണമെങ്കിൽ എന്തുകൊണ്ടാണ് പിന്നെ ഈ ജനങ്ങള് രംഗത്ത് ഇറങ്ങാത്തതിന്റെ പൊതുവെ രംഗത്ത് കുറവാണ് പ്രവർത്തനം, രാഹുൽ ഗാന്ധിയുടെ പ്രവർത്തനം. അല്ല, പക്ഷെ ഇദ്ദേഹം പറയുന്നത് BJP-ക്കെതിരായ മുഴുവൻ സമയ പോരാളിയാണ് താൻ എന്ന് രാജ്യത്തെല്ലാവർക്കും അറിയാം. അതോടൊപ്പം തന്നെ അദ്ദേഹത്തെ വേട്ടയാടാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. അദ്ദേഹമാണ് BJP-ക്കെതിരെയുള്ള ശക്തനായ പോരാളി എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. രാഹുൽ ഗാന്ധി ഏത് രീതിയിലാണ് BJP-യെ എതിർക്കുന്നത്? എല്ലാ സ്ഥലത്തും BJP സഹായിക്കുക. കാരണം നമുക്കറിയാം കേരളത്തില് ആലപ്പുഴ ജില്ലയിൽ ആലപ്പുഴ മണ്ഡലത്തില് പിന്നെ KC വേണുഗോപാൽ എന്തുകൊണ്ടാണ് പിന്നെ അവിടെ മത്സരിക്കുന്നത്? രാജസ്ഥാനിലെ ഒരു MP സ്ഥാനം ഒഴിവാക്കിക്കൊണ്ടാണ് അവിടെ മത്സരിക്കുന്നത്. അപ്പൊ BJP സഹായിക്കുന്ന ആരാ? അല്ല, പക്ഷെ ഇങ്ങനെയൊക്കെ പോയാൽ ഇന്ത്യ മുന്നണിയുടെ ഭാവി എന്താവുമെന്നാണ് ഞാൻ സംബന്ധിച്ച്. കോൺഗ്രസ് മാത്രമല്ല, ഇന്ത്യ മുന്നണിയിൽ ഒരുപാട് കക്ഷികളുണ്ട്. പിന്നെ മമതാ ബാനർജിയുടെ പാർട്ടിയൊക്കെ വരും. കാരണം നിതീഷ് കുമാറിന്റെ പാർട്ടിയെ പുറത്താക്കിയത് ആരാ? ഈ അഖിലേന്ത്യാ കോൺഗ്രസിന്റെ അത് നേതാവാ. യെസ്, ഏതായാലും വ്യക്തമാണ്. മറ്റൊരു പ്രേക്ഷകൻ കാത്തു നിൽക്കുന്നു. വടകരയിൽ നിന്ന് ശ്രീ ബാലകൃഷ്ണനാണ് നമുക്കൊപ്പം ചേരുന്നത്. ശ്രീ ബാലകൃഷ്ണൻ, വടകരയിലൊക്കെ തെരഞ്ഞെടുപ്പ് പ്രചരണം അങ്ങനെ മുറുകി നിൽക്കുന്നതിൻ്റെ വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഏതായാലും സംസ്ഥാനത്തെ ഇന്ത്യ മുന്നണിയിൽ ഒരു തർക്കം ഉടലെടുത്തതുപോലെ കണക്കാക്കണോ രാഹുൽ പിണറായി വാഗ്വാദങ്ങളെ, അതോ സ്വാഭാവികമായ ഒരു തെരഞ്ഞെടുപ്പിനിടയിൽ ഉണ്ടായ തർക്കം എന്ന രീതിയിൽ കണ്ടാൽ മതിയോ?
നമസ്കാരം സാർ. നമസ്കാരം. സത്യത്തിൽ ഇവർ ഈ ഇന്ത്യ മുന്നണി തെരഞ്ഞെടുപ്പ് കഴിയുന്നതിന് മുമ്പേ തന്നെ ഇവരെ അസ്വാരസ്യങ്ങൾ പുറത്തു വരുന്നത് വളരെ നല്ലതാണ്. വോട്ടർമാർക്ക് ഒരു കൺഫ്യൂഷൻ വേണ്ടല്ലോ. BJPക്ക് എതിരായിട്ടൊരു ബദൽ വരുമോ എന്ന് വിചാരിച്ചിട്ട് വോട്ട് അത്യാവശ്യം ആരെങ്കിലും തിരിച്ചു ചെയ്തു പോകുന്നുണ്ടെങ്കിൽ അതിന് തടയിടാൻ സാധിക്കുമല്ലോ സാർ. പിന്നെ ഈ പിണറായി വിജയൻ സാറ് പറയുന്നത് BJPയെ എതിർക്കാൻ ഞങ്ങളാണെന്ന്. എന്തൊരു ബംഗത്തരാ സാർ. കോൺഗ്രസ് ഇല്ലെങ്കിൽ എവരെന്തിനാ സാർ ദേശീയ രാഷ്ട്രീയത്തിൽ മത്സരിക്കുന്നത്? ഉള്ളിടത്ത് ഉള്ള പോലെ പറ്റുന്നത് പോലെ കനൽ ഒരു തരി മതി എന്നല്ലേ? ആ കനൽ ഒരു തരി മതി, പക്ഷെ അത് വാഗ്വാദത്തിന് പറ്റും സാർ. പാർലമെന്റിൽ ഭൂരിപക്ഷം വേണോ? രാഷ്ട്രപതി ഗവൺമെന്റ് ഉണ്ടാക്കാൻ വിളിച്ചാൽ ഭൂരിപക്ഷം തെളിയിക്കാൻ അംഗബലം തന്നെ വേണോ? കനൽ ഒരു തരി മതി എന്ന് പറഞ്ഞാൽ അതെന്താന്ന് പറയാം, അത് ഉങ്ക് രാഷ്ട്രീയമാണ്. അത് കലാപം ഉണ്ടാക്കാനും ബോംബ് ഉണ്ടാക്കാനും ആഹ്വാനം കൊടുക്കാൻ ഒരാളെ വേണ്ടു. പക്ഷെ രാജ്യത്ത് പാർലമെന്റിൽ ഗവൺമെന്റ് ഉണ്ടാക്കാൻ ശക്തമായ ഭൂരിപക്ഷം വേണം. രാഷ്ട്രപതി ക്ഷണിച്ചു കഴിഞ്ഞാൽ വിശ്വാസം തെളിയിക്കാൻ പറഞ്ഞാൽ അവിടെ അംഗബലം വേണം. കനലൊരു തരി എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ വലിയ വാഗ്വാദങ്ങൾ നടത്തി പോവാ. പക്ഷെ ഇവർ രണ്ട് കൂട്ടരും കണക്കാണ്. കാരണം ഇപ്പൊ തമിഴ്നാട് തെരഞ്ഞെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുക. അവിടെ സീതാറാം യെച്ചൂരി പറയട്ടെ, നമുക്ക് ഈ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വം വേണ്ടെന്ന് ചങ്കൂറ്റുണ്ടോ പിണറായി വിജയൻ പറയിപ്പിക്കാൻ? പിന്നെ എന്താ സാർ ഇത് ബംഗത്തരം കേരളത്തിലെ ജനങ്ങളോട് വന്നിട്ട് എന്ത് ഇരട്ടത്താപ്പാ അവർ കളിക്കുന്നത്? ഇതൊക്കെ ജനം തിരിച്ചറിഞ്ഞു സാർ. താങ്കളുടെ അഭിപ്രായം ഏതായാലും വ്യക്തമാണ്. പവിത്രൻ എന്നൊരു പ്രേക്ഷകൻ അഞ്ചരക്കണ്ടിയിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ പവിത്രൻ മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിലുള്ള ഒരാളാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്, അല്ലേ? അതെ സാർ. എന്ത് തോന്നുന്നു ഈ പരാമർശം കേട്ടിട്ട്? അങ്ങോട്ടും ഇങ്ങോട്ടും ഈ തർക്കം നമ്മുടെ പിണറായി വിജയന്റെ അജണ്ടയിൽ രാഹുൽ ഗാന്ധി പോയി വീടുകയെന്നാണ് എനിക്ക് തോന്നുന്നു. കാരണം രാഹുൽ ഗാന്ധിയെ പോലുള്ള ഒരാളായി പറയാൻ പാടില്ല. കേരളത്തിൽ എന്ത് തന്നെ പ്രശ്നം ഉണ്ടായാലും മുഖ്യമന്ത്രിക്കെതിരെ രാഹുൽ ഗാന്ധി ഇവിടെ പറയാൻ പാടില്ല എന്നാണ് എന്റെ അഭിപ്രായം. ഞാൻ ഒരു ഇടതുപക്ഷക്കാരൻ തന്നെയാണ്. പിന്നെ മുഖ്യമന്ത്രിക്ക് ഒറ്റ തമ്മിൽ നേരിട്ട് ഏറ്റുമുട്ടുമ്പോൾ കേരളത്തിൽ നേരിട്ട് പല മണ്ഡലങ്ങളിൽ ഏറ്റുമുട്ടുകയാണല്ലോ. ചിലയിടത്ത് ത്രികോണ മുഖ്യമന്ത്രിക്ക് കേരളത്തിൽ ഒറ്റ ഒരു അജണ്ടയേ ഉള്ളൂ. കേരളത്തിലല്ല, മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയത്തിൽ ഒരു അജണ്ട മാത്രമേ ഉള്ളൂ. എങ്ങനെയും വീട് 2 സീറ്റ് പിടിച്ചെടുക്കുക. അതിൽ കുറഞ്ഞ ഒരു പരിപാടി പോയല്ല. അതിൽ അയാൾ എന്തും പറയൂ. സ്വന്തം കഴിവുകേട് മറക്കാൻ, ഭരണത്തിന്റെ കഴിവുകേട് മറക്കാൻ ഇങ്ങനെ ഓരോന്നിങ്ങനെ പഴമിക്കൊണ്ടേയിരിക്കും. ആ അജണ്ടയില് രാഹുൽ ഗാന്ധി പോയി വീണു. അത് എനിക്ക് തോന്നുള്ളൂ. അത് ശരി. ശ്രീ പവിത്രൻ ഒരു ഇടതുപക്ഷക്കാരൻ തന്നെയാണോ? അതെ, ഞാനൊരു ഇടതുപക്ഷക്കാരൻ തന്നെയാണ്. പക്ഷേ ഇതേപോലത്തെ ഇടതുപക്ഷമല്ല. സ്വന്തം കാര്യത്തിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഇടതുപക്ഷമല്ല. അത് ശരി. വ്യക്തം. രാജൻ എന്നൊരു പ്രേക്ഷകൻ നമുക്കൊപ്പം ചേരുന്നുണ്ട് കൊല്ലത്ത് നിന്ന്. ശ്രീ രാജൻ, ഈ രാഹുൽ ഗാന്ധിയുടെ ഒരു അവകാശവാദം രാജ്യത്ത് BJPയെ നേരിടുന്നത് താനാണ്, രാജ്യത്ത് BJPയെ അസ്വസ്ഥമാക്കുന്നത് താനാണ്, തന്നെ അവർ നിരന്തരം വേട്ടയാടുന്നു, MP സ്ഥാനം തെറിപ്പിക്കാൻ നോക്കി, അതിനെ തുടർന്ന് വീടൊഴിപ്പിച്ചു, അങ്ങനെ ഒട്ടനവധി പ്രവർത്തനങ്ങൾ തനിക്കെതിരെ നടന്നു, ലോക്സഭാ അംഗത്വം ഇല്ലാതാക്കാനൊക്കെ ശ്രമിച്ചു. അങ്ങനെ BJP തന്നെ വേട്ടയാടുന്നൊരു ഘട്ടമാണ് ഉള്ളത്. അപ്പോൾ അങ്ങനെ വികാരിതനായി രാഹുൽ ഗാന്ധി പറയുമ്പോഴാണ് മറ്റ് മുഖ്യമന്ത്രിമാർക്കെതിരെ നടക്കുന്ന നടപടികൾ ഇവിടെ നടക്കുന്നില്ല എന്ന ഒരു പരാമർശം ഉണ്ടായത്. അതിനൊരു മറുപടി എന്ന നിലയിലാണ് മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ പ്രയോഗവും. ശ്രീ രാജൻ ഇതിനെ എങ്ങനെ കാണുന്നു? ഞാൻ പറയുന്നത് പിന്നെ പുള്ളിയുടെ ഏറ്റവും വലിയ ദുഃഖം, ഞാൻ ന്യൂസ് കേട്ടതാ, ഏറ്റവും വലിയ ദുഃഖം എന്ന് പറയുന്നത് ED പിന്നെ പുള്ളിയെ പിടിക്കുന്നില്ല, അറസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അതിന് പുള്ളി പിന്നെ രാഹുൽ ഗാന്ധി ദുഃഖിക്കേണ്ട ആവശ്യമില്ല. കാരണം രാഹുൽ ഗാന്ധിയുടെ വല്യമ്മയുണ്ടല്ലോ ഇന്ദിരാഗാന്ധി, 75 മുതൽ 77 വരെ പുള്ളിയെ പിടിച്ച് ജയിലിലിട്ട് ചവിട്ടി കൂട്ടി ചോരയൊക്കെ ചാടിച്ച് അതിന്റെ പിന്നെ ഷർട്ട് കൊണ്ടുവന്ന് പിന്നെ നിയമസഭയെ കാണിച്ചത്. അത് മാത്രമല്ല, പുള്ളിയുടെ പുറത്തെ കഴുത്തിന്റെ അവിടുത്തെ എല്ല് ചവിട്ടി ഓടിച്ചു. അത് കേടായിട്ടിരിക്കുന്നതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് അമേരിക്ക പോയിട്ട് ചികിത്സിക്കാൻ പോകുന്നത്. അപ്പൊ രാഹുൽ ഗാന്ധി ദുഃഖിക്കണ്ട, 1.5 വർഷം പുള്ളി ജയിലിലായിരുന്നു. പിന്നെ ഈ വാഗ്വാദങ്ങള് ഈ ദേശീയ അടിസ്ഥാനത്തിലുള്ള ഇന്ത്യ മുന്നണിയെ ദുർബലപ്പെടുത്തുമോ ശ്രീരാജൻ? അതിന് കേരളത്തിൽ മാത്രമുള്ള പാർട്ടി എന്തിനാ ഈ രാജ്യം മുഴുവൻ പിന്നെ അമേരിക്ക വരെ ഉള്ള കോൺഗ്രസുകാരെ രക്ഷിക്കാൻ എന്തിനാ പിണറായി വിജയൻ പോകുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അവരവിടെ പോയി ചെയ്യട്ടെ. പുള്ളിക്ക് ഇന്ത്യ മുഴുവൻ പടർന്നു കിടക്കുന്ന കോൺഗ്രസിനെ ഇപ്പൊ രാഹുൽ ഗാന്ധിക്ക് ജയിക്കാൻ വേണ്ടി കേരളത്തിൽ വന്ന് നിൽക്കേണ്ട ആവശ്യം എന്താ? പിന്നെ ബാലകൃഷ്ണൻ പറഞ്ഞു കേട്ടു കേരളത്തില് എന്താ കമ്മ്യൂണിസ്റ്റുകാർ CPM എന്ത് ചെയ്യാൻ പോകുന്നു. കേരളത്തിൽ ചെയ്യാൻ പറ്റും, ഒറ്റ BJPക്കാരും ജയിക്കത്തില്ല. അതിന് തടയാനുള്ള കഴിവ് കേരളത്തിലെ CPM-നുണ്ട്. മൂന്നാമത്തെ കാര്യം, പിന്നെ സോണിയാഗാന്ധിയുടെ മരുമോൻ 5000 കോടിയുടെ വസ്തു വാങ്ങിച്ചു.
പിന്നെ ഇവിടെ പിന്നെ ഹരിയാനയില്. അത് അന്വേഷിക്കാൻ ഇഡി ചെന്നപ്പോ 150 കോടി രൂപ കൊടുത്ത് സംഭാവന കൊടുത്തു BJPക്ക്. അങ്ങനെ രക്ഷപ്പെട്ടു. ഏതായാലും വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. രാജീവ് എന്നൊരു പ്രേക്ഷകൻ ചേരുന്നു ഒല്ലൂരിൽ നിന്നാണ് അല്ലേ? രാജീവ് തൃശ്ശൂരിൽ നിന്നാണ് വിളിക്കുന്നത് അല്ലേ? യെസ്. ശ്രീ രാജീവിന് എന്ത് തോന്നുന്നു? ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞ് ഇങ്ങനെ പരസ്പരം പോരടിച്ചാൽ ഇത് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ എന്തായിരിക്കും സാഹചര്യം? ശ്രീ രാജീവ്, എന്താണ് രാജീവിന് തോന്നുന്നത്? അല്ല, ഇന്ത്യ മുന്നണിക്ക് മാത്രമേ BJPയെ ഇവിടെ നിന്ന് നമ്മുടെ സെൻട്രൽ ഭരണത്തിൽ നിന്ന് ഓടിക്കാൻ പറ്റുള്ളൂ. ഇവിടെ കിടന്നിട്ട് ഒരു സീറ്റും വെച്ചിട്ട് ചെറിയൊരു സ്റ്റേറ്റില് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഞങ്ങൾ അങ്ങോട്ട് ഞങ്ങൾ മാത്രം ഉണ്ടെങ്കിൽ ഇവിടെ ഇന്ത്യയുള്ളൂ, ഇവിടെ മാത്രമാണെങ്കിൽ ഞങ്ങളാണ് ഇവിടെ ഇന്ത്യ ഭരിക്കാൻ പോകുന്നത്, ഞങ്ങളാണ് ഈ BJPക്ക് എഗൻസ്റ്റ് പോകുന്നത്, എന്ത് വർത്താനമാണ്? ഇവിടെ കഴിഞ്ഞ ആഴ്ച ആകെ ഒരു സീറ്റായിട്ട് അതുകൊണ്ട് BJPനെ നേടാൻ പറ്റുമോ? എന്ത് വർത്താനാണ് ഇവിടെ പറഞ്ഞത്? ആൾക്കാരെ പറ്റിക്കാനാണ് ഇതാണ് ഇവര്. പിന്നെ ഇവിടെ ഈ BJPക്ക് വളക്കൂറുണ്ടാക്കല്ലേ ഇവരെ പണി. ഇവിടെ CPM എന്താ പണി? ഇവിടെ BJPയെ വളർത്താനാണ്. ഇവിടെ കോൺഗ്രസിനെ എതിർക്കുക. ആ കോൺഗ്രസിനെ എതിർക്കേണ്ടത് ഈ നാഷണൽ ലെവലില് BJPനെ എതിർക്കാൻ ആർക്കാണ് പറ്റുന്നത്? കോൺഗ്രസ് മാത്രമേ പറ്റില്ല. ഇവിടെ നല്ലൊരു സ്ട്രോങ് ആയിട്ട് പ്രതിപക്ഷം വേണ്ടേ? അത് ചിന്തിക്കണ്ടേ? അതിനകേൻസ്റ്റ് ഇവിടെ BJPയെ വളർത്താനുള്ള പണിയായിട്ടാണ് ഇവിടെ CPM ഇറങ്ങിയത്. അത് ശരിയാണോ? അത് ശരിയല്ലല്ലോ. ജനങ്ങളെ കൽപ്പിക്കുന്നത് ഇവരല്ലേ. ഇന്ത്യ മുന്നേ നേതാവെന്ന് ഇവിടെ മത്സരിക്കുന്നു. അവർക്ക് എഗെയിൻസ്റ്റ് ഇവിടെ ഇത് ഉണ്ടാക്കുന്നു, പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു, അവരെ ചീത്ത കാണുന്നു. മോദിനെയോ അമിത്ഷാ പറ്റിക്കാൻ പറയാൻ ഇവർക്ക് നാവ് പൊങ്ങുവോ? പൊങ്ങിയിട്ടില്ലല്ലോ. സ്വന്തം ഒരു ഭാഗത്ത് പറഞ്ഞു നല്ല ഇവരെ എതിർക്കുന്നു, എന്നിട്ട് അവരുടെ ആൾക്കാരെ ഒന്നും പറയുന്നില്ല. രാഹുൽ ഗാന്ധിനെ എതിർക്കണോ? എന്ത് വർത്തമാനം അത്? ഇത് കുറച്ച് ജനങ്ങളൊക്കെ കളിപ്പിക്കാനോ? ഇതാണോ ഇവരെ പറഞ്ഞ ഇന്ത്യ മുന്നണി ഇവിടെ BJP എതിർക്കുന്ന പാർട്ടി എന്നാണ്? അവർക്ക് വളക്കുറുണ്ടാക്കാണ് ചെയ്യുന്നത് CPM. യെസ്, വളരെ വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. എനിക്കൊരു ഇടവേള അനിവാര്യമായതുകൊണ്ടാണ് പൊതുവേദി ഒരു ചെറിയ ഇടവേളയിലേക്ക് പെട്ടെന്ന് മടങ്ങി വരാം. ഷോർട്ട് ബ്രേക്ക്. പൊതുവേദി തുടരുന്നു. ആദിൽ എന്നൊരു പ്രേക്ഷകൻ വിളിക്കുന്നുണ്ട്. പാലയാട് നിന്നാണോ ആദിൽ വിളിക്കുന്നത്? പാലക്കാട് എവിടെ നിന്നാണ് വിളിക്കുന്നത്? പാലക്കാട് ടൗണിൽ തന്നെ. ടൗണിൽ സുൽത്താൻ പേട്ടയിൽ നിന്നാണോ? അതെ. സുൽത്താൻ പേട്ട എന്ന് ഞാൻ ചോദിച്ചതിൻ്റെ ഒരു കാരണം അത് ടിപ്പു സുൽത്താനുമായി ബന്ധപ്പെട്ടൊരു സ്ഥലമാണല്ലോ. അത്തരം സ്ഥലങ്ങളുടെ പേരുകൾ മാറ്റുന്നതിനെ സംബന്ധിച്ച് വലിയ വിവാദം സംസ്ഥാനത്ത് നടക്കുകയാണ്. ശ്രീ ആദിൽ എന്ത് കരുതുന്നു? ഈ തർക്കത്തെ ആദിൽ എങ്ങനെ കാണുന്നു? പിണറായി വിജയനും രാഹുൽ ഗാന്ധിയും തമ്മിലുള്ള വാഗ്വാദത്തെ. ഇത് ഇപ്പൊ തുടങ്ങിയല്ലോ, കുറെ ആയല്ലോ. അല്ല, കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊന്നും പിണറായി വിജയനെ അങ്ങനെ കണ്ട് അദ്ദേഹം വിമർശിച്ചില്ലായിരുന്നു. വയനാട്ടിലൊക്കെ കൂടുതലും BJPക്കെതിരായിരുന്നു. പക്ഷെ ഇത്തവണ ഇടതുപക്ഷത്തെ വിമർശിക്കുന്നൊരു രീതി ഉണ്ട്. അത് അദ്ദേഹം വ്യക്തമാക്കുന്നതിൻ്റെ ഒരു ടോൺ BJPയുമായി ഒരു അന്തർധാര ഉണ്ട്. അതുകൊണ്ടാണ് കേരള മുഖ്യമന്ത്രിയെ മാത്രം ചോദ്യം ചെയ്യാത്തത് എന്നതാണ്. അതിനെ എങ്ങനെയാണ് ശ്രീ ആദിൽ കാണുന്നത്? കഴിഞ്ഞിടെ കുറെ പറയണ്ടായി മുഖ്യമന്ത്രി BJP പൊക്കി പറയുന്ന രീതിയിൽ. യെസ്, ശരി ആദിൽ, വളരെ വ്യക്തമാണ്. റെജീന എന്നൊരു പ്രേക്ഷക പാലക്കാട് നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീമതി റെജീന, എങ്ങനെ കാണുന്നു രാഹുൽ ഗാന്ധിയുടെ വാക്കുകളെയും ഒപ്പം മുഖ്യമന്ത്രിയുടെ മറുപടിയെയും? സാർ നമസ്കാരമുണ്ട്. നമസ്കാരം സാർ. ആരാണിത് മുറുക്കുന്നതെന്നൊക്കെ കേരളത്തിലെ ജനങ്ങൾക്ക് നന്നായി അറിയാം. ആരാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവരെന്നൊക്കെ അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി ഇന്ന് കേരളത്തിൽ ആളുകൾക്ക് ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ സാറ് ഈ ചാനലിൽ ഞാൻ വെല്ലുവിളിക്കാണ്. വടകരയില് എനിക്ക് ഒരു കാര്യം കൂടി ഇവിടെ പറഞ്ഞു പോകാതിരിക്കാൻ പറ്റുന്നില്ല. വടകരയിൽ നമ്മുടെ ഷാഫി പറമ്പില്, ഞാൻ പാലക്കാടുള്ള ഒരാളായത് കൊണ്ട് തന്നെ ഷാഫി പറമ്പിലിനെ പറ്റിയിട്ട് എനിക്ക് അതിനെ കുറിച്ച് 2-3 വാക്കുകൾ പറയാനുണ്ട്. 7 വർഷമായി പിന്നെ എന്റെ മക്കള് മോഹൻ ഗേൾസ് ഹൈസ്കൂളിലാണ് പഠിക്കുന്നത്. പാലക്കാട് 5000-ഓളം പെൺകുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ്. അവിടെ ഒരു ഡിജിറ്റലൈസേഷൻ എന്ന പദ്ധതി നടപ്പിലാക്കണം എന്ന് പറഞ്ഞിട്ട് ഈ കുട്ടികളുടെ മുന്നിൽ അങ്ങേര് ഉറപ്പ് കൊടുത്തിട്ട് പോയി. 7 വർഷം അയാളുടെ കയ്യിലുണ്ടായിരുന്നു അല്ലേ, MLAയുടെ കയ്യിലുണ്ടായിരുന്നു. പിന്നെ മിണ്ടാതിരുന്നു. നടന്നില്ല എന്ന് പറഞ്ഞ മോഹൻസിലെ 86 കോടിയുടെ പിന്നെ പ്രൊജക്റ്റ് ആണ് അവിടെ വന്നത്. സാർ വേണമെങ്കിൽ ഞാൻ വെല്ലുവിളിക്കണം നിങ്ങളുടെ ചാനൽ ഒന്ന് പോയിട്ട് ആ സ്കൂളിൽ പോയിട്ട് ഒന്ന് അന്വേഷിക്കൂ എന്താണ് ഇവിടെ പരിപാടി, എന്ത് പരിപാടിയാണ് അദ്ദേഹം കൊണ്ടുവന്നിരിക്കുന്നത് എന്ന്.
ഇതിന് പുറകിൽ എവിടെയാണ് ഇതിന്റെ തടസ്സങ്ങൾ നിന്നിരിക്കുന്നത് എന്ന് സാറ് ഞാൻ നിങ്ങളുടെ ചാനലിനോട് ഒന്ന് റിക്വസ്റ്റ് ചെയ്യണേ എന്ന് പറയട്ടെ. കേരളത്തിലെ എല്ലാ സ്കൂളും ഹൈടെക് ആയി. ഈ പ്രൊജക്ട് വരുന്നു ഉള്ള കാരണം കൊണ്ട് ശ്രീമതി റജീന എന്താണ് ധരിക്കുന്നത്, എന്തുകൊണ്ടാണ് അത് നടപ്പിലാകാതെ പോയത്? എന്തുകൊണ്ട് നമുക്കറിയില്ല. ഷാഫി പറമ്പിൽ പറ്റാത്തതുകൊണ്ടാണോ നടപ്പിലാകാതെ പോയത്? ഷാഫി പറമ്പിൽ പറ്റാത്തതുകൊണ്ട് 7 വർഷം ഉണ്ടായിരുന്നല്ലോ അയാളുടെ കയ്യില്. ഈ കുട്ടികളുടെ മുന്നിൽ അയാൾ പ്രതിജ്ഞ, എന്റെ മക്കൾ ആ സ്കൂളിലാണ് പഠിക്കുന്നത്, പാലക്കാട് മോഹൻ ഗേൾസിലാണ് എന്റെ മക്കൾ പഠിക്കുന്നത്. അവിടെ ഈ കുട്ടികളുടെ മുന്നിൽ പ്രതിജ്ഞ ചെയ്തിട്ടാണ് അദ്ദേഹം പോയത്. ഞാൻ ഇനി പദ്ധതി പൂർത്തിയാക്കാതെ ഈ സ്കൂളിൽ കോമ്പൗണ്ടിൽ കയറില്ല എന്ന് അയാള് തുറന്ന് സമ്മതിച്ചിട്ട് പിന്നെയും ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കാൻ അയാൾക്ക് ഉളുപ്പുണ്ടോ? അതാണ് ഞാൻ എന്നിട്ട് ഇപ്പൊ വടകരയില് പാലക്കാട് ഒന്നും ഉണ്ടാക്കാതെ വടകരയിൽ പോയി ഉണ്ടാക്കാൻ നടക്കണു. പാവം ആ ടീച്ചറെ മെക്കിട്ട് കയറാൻ നിൽക്കണു. ഇയാൾക്ക് നാണവും മാനവും ഉണ്ടാകുന്നപ്പോ പാലക്കാട് ഇയാൾക്ക് ഒരു വ്യക്തിമുദ്ര പതിപ്പിക്കാൻ ഇയാൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഒന്ന് ഷാഫിയുടെ കാര്യം, രണ്ടാമത് ശ്രീകണ്ഠൻ നമ്മുടെ ഒലിവക്കൂടെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ടാക്കി. സാർ എപ്പോഴെങ്കിലും വഴിക്ക് വരികയാണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കും. 17 ലക്ഷം രൂപയാണ് അതിന്റെ ചെലവ് എന്നാണ് കാണുന്നത്. പക്ഷെ 2 ലക്ഷം രൂപ അതിൽ ചെലവാക്കിയിട്ടുണ്ടെങ്കിൽ കണ്ടു. അത് ഒരു പ്രയോജനം ഇല്ലാത്ത ബസ് സ്റ്റോപ്പാണ് അവിടെ വന്നിരിക്കുന്നത്. ഒലിവക്കൂട് ബസ് സ്റ്റോപ്പ്. അവിടെ ബസ്സുകൾ നിർത്താറില്ല. ബസ് സ്റ്റോപ്പ് ഒരു വഴിക്കും. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത്, എൻ്റെ ഒരു അറിവനുസരിച്ച് MP ഒരു പ്രോജക്ട് കൊടുക്കുന്നു, അതിനുള്ള ഫണ്ട് അലോട്ട് ചെയ്യാനുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു, ബാക്കി നടത്തുന്നതെല്ലാം ഉദ്യോഗസ്ഥരാണ്. പക്ഷേ MP നിർദ്ദേശം കൊടുക്കുന്നോണ്ട് ഇത് എത്രത്തോളം സക്സസ് ആയി വന്നിട്ടുണ്ടെന്നും കൂടി അദ്ദേഹം പരിശോധിക്കേണ്ടതാണ്. അതെ, അത് പരിശോധിക്കാം. ഈ ഷാഫി പറമ്പിലെ ഈ കുട്ടികളെ പറ്റിച്ചതിന് ഇയാൾക്ക് എന്ത് മറുപടി പറയാനുണ്ട് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ശ്രീകണ്ഠനോടും ചോദിക്കുക. ഒരു വ്യക്തിമുദ്ര പതിപ്പിക്കാൻ കഴിയാത്ത വടകരയിൽ പോയിട്ട് എന്തുവാണ് ഉണ്ടാക്കാൻ നിൽക്കുന്നത്? അവിടുത്തെ ജനങ്ങളെ പറ്റിക്കണോ? ശരി, ഏതായാലും നമുക്ക് നോക്കാം ആര് തെരഞ്ഞെടുപ്പിൽ ജയിക്കുമെന്ന സമയം ഉണ്ട്. നമുക്ക് മറ്റൊരു പ്രേക്ഷകൻ കൂടി ചേരുന്നത് കൊണ്ടാണ്. ചങ്ങനാശ്ശേരിയിൽ നിന്ന് അജയ് കുമാർ എന്നൊരു പ്രേക്ഷകൻ ചേരുന്നു. ശ്രീ അജയ് കുമാർ എങ്ങനെ കണക്കാക്കുന്നു ഈ തർക്കത്തെ? രാഹുൽ ഗാന്ധിയെ തുടർച്ചയായി വേട്ടയാടി എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. അതേസമയം മുഖ്യമന്ത്രിക്കെതിരെ ഒരു നടപടിയും ഉണ്ടായില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ ആരോപണം. അതിനെ ശ്രീ അജയ് കുമാർ എങ്ങനെ കാണുന്നു? ഈ അപക്വമായ ഈ വാഗ്വാദങ്ങൾ മുമ്പോട്ട് വെച്ചത് രാഹുൽ ഗാന്ധി തന്നെയാണ്. രാഹുൽ ഗാന്ധി ചോദിക്കുന്നത് മുഖ്യമന്ത്രി എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ല, ചോദ്യം ചെയ്തില്ല എന്നാണ്. അപ്പൊ ഇതിലും വലിയൊരു കേസ്, ലാവ്ലിൻ കേസ് ഉണ്ടായത് UPA ഭരിക്കുന്ന കാലത്തല്ലേ? അന്നല്ലേ CBI കുറ്റപത്രം സമർപ്പിക്കുകയൊക്കെ ചെയ്ത്. എന്തുകൊണ്ട് അന്ന് പിണറായി വിജയനെ അന്ന് അറസ്റ്റ് ചെയ്തില്ല? ഈ ചോദ്യം അങ്ങോട്ടും ചോദിക്കാമല്ലോ. അപ്പോൾ അതല്ല, അന്ന് 45 MP ഇവരുടെ കയ്യില്, CPM-ന്റെ കയ്യില്. അപ്പം പ്രകാശ് കാരാട്ടിന് ഇവർക്ക് ഭയമായിരുന്നു. ഇനി മറ്റൊരു കാര്യം കൂടെ ചോദിക്കട്ടെ രാഹുൽ ഗാന്ധിയോട് തന്നെ. 752 കോടി രൂപ നാഷണൽ ഹെറാൾഡ് കേസിൽ ഇദ്ദേഹവും ഇദ്ദേഹത്തിന്റെ അമ്മയും മറ്റു 1-2 കോൺഗ്രസ് പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവരെ സ്വത്തുക്കൾ, അതായത് നാഷണൽ ഹെറാൾഡിന്റെ സ്വത്ത് 752 കോടി രൂപ ED കണ്ടുകെട്ടിയല്ലോ. എന്തുകൊണ്ട് ഇവരെ അറസ്റ്റ് ചെയ്യുന്നില്ല? ഇപ്പൊ ഈ ED കണ്ടുകെട്ടിയവരെയൊക്കെ അറസ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ. എന്തുകൊണ്ട് രാഹുൽ ഗാന്ധിയെ അമ്മയും മറ്റു കോൺഗ്രസുകാരെ അറസ്റ്റ് ചെയ്യുന്നില്ല? ഇദ്ദേഹം ജാമ്യത്തിലല്ലേ? എത്ര കാലമായിട്ട്? 2012 കേസാണ്, 24 2024 വരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. ഇതെന്ത് BJP-യുടെ അഡ്ജസ്റ്റ്മെന്റ് ആണോ രാഹുൽ ഗാന്ധി? അദ്ദേഹം അതിനൂടെ മറുപടി പറയട്ടെ. സമയപരിമിതി കൊണ്ടാണ് ഒരു പ്രേക്ഷകൻ കൂടി നമുക്കൊപ്പം ചേരുന്നു. ദീപു തിരുവനന്തപുരത്ത് നിന്ന്. ദീപു, ഈ സമയം അവസാനിക്കാറായി. ചുരുങ്ങിയ വാക്കുകളിൽ ദീപു എങ്ങനെ വിലയിരുത്തുന്നു ഈ തർക്കത്തെ? അല്ല, ഈ ഇവിടെ വന്നിട്ട് സതീശൻ എഴുതി കൊടുക്കുന്ന വിഡ്ഢിത്തം വായിക്കാൻ മാത്രം മണ്ടനാണോ ഈ രാഹുൽ ഗാന്ധി? രാഹുൽ ഗാന്ധി ഇന്ത്യ മൊത്തം എന്താണ് ED നടത്തുന്നത്? പ്രോസസ്സാണ് അവരുടെ പണിഷ്മെന്റ്. ഇതുപോലെയുള്ള അന്വേഷണം മാത്രമാണ് അവരുടെ പണിഷ്മെന്റ്. അല്ലാതെ അവരുടെ അന്വേഷിച്ച് കുറ്റവാളിയെ കണ്ടെത്തിയതൊക്കെ വളരെ ശുഷ്കമായിട്ടാണ് ഇവര്. ഒരു കേസിനും മര്യാദയ്ക്ക് ഇവര് കണ്ടെത്തിയിട്ടില്ല. എന്നിട്ട് ഈ അന്വേഷണം മാത്രം കുറ്റമായിട്ട് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന EDയുടെ നടപടിക്കാണ് സതീശൻ എഴുതി കൊടുക്കുന്ന വിഡ്ഢിത്തം ഇദ്ദേഹം പറയുന്നത്. പിണറായിയും BJP-യും കൂടെ നല്ല ടേംസിലാണ് പോലും. അതുകൊണ്ടാണല്ലോ ദിവസം അദ്ദേഹത്തിന്റെ മോളെയും കുടുംബത്തെയും അതേപോലെ പാർട്ടിയെയും പാർട്ടി നേതാക്കളെയും എടുത്ത ഓരോരോ കേസുകൾ ഓരോ ദിവസം രാവിലെ കൊടുക്കുന്നു. ആ രാവിലെ കൊടുക്കുന്ന കേസുകളുടെ രാവിലെ വിളിച്ചുകൊണ്ട് അന്വേഷണത്തിന് പോകുന്നു. രാവിലെ മുഴുവൻ വെറുതെ എത്തി വൈകുന്നേരം അരമണിക്കൂർ കുശലം പറഞ്ഞു വിട്ടിട്ട് മണിക്കൂറുകൾ ചോദ്യം ചെയ്യുന്നു. കിട്ടിയില്ല, കണ്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വാർത്തകൾ തുണ്ടുപേപ്പറിൽ എഴുതി മാധ്യമങ്ങൾക്ക് കൊടുക്കുന്നു. മാധ്യമങ്ങൾ അതെടുത്ത് പൊലിപ്പിക്കുന്നു. ഇതൊന്നും സതീശൻ ജനങ്ങൾ കാണുന്നില്ലെന്നാണ് സതീശന്റെ വിചാരം. സതീശൻ എന്തെങ്കിലും ഒരു കാര്യം, സതീശനോ രാഹുൽ ഗാന്ധി എന്തെങ്കിലും കാര്യം, അല്ലെങ്കിൽ ഇവര് എഴുതി കൊടുത്ത കാര്യം, കേരളത്തിലെ പൊളിറ്റിക്കൽ ഇവര് ഏതെങ്കിലും BJP-യെ കുറിച്ച് എന്തെങ്കിലും ഒരു സാധനം ഇവര് പറഞ്ഞിട്ടുണ്ടോ? എന്തെങ്കിലും എന്താണ് അത് ചോദിക്കണ്ടേ? അവര് BJP ആയിട്ട് ധാരണയല്ലേ അത്?
പിണറായിയെ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നതും ഈ ദീപു ഈ സമയം വാളയാറിനപ്പുറം അതിക്രമിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ സമയം അവസാനിക്കുകയും ചെയ്തത്. അതിൽ വളരെ നന്ദി അവിടുന്ന് വിളിക്കുകയും അഭിപ്രായം പങ്കുവയ്ക്കുകയും ചെയ്തതിന്. ഈ വിഷയം ഞങ്ങൾ യൂട്യൂബിലും പ്രേക്ഷകർക്ക് മുന്നിൽ ചർച്ചയ്ക്ക് വെച്ചിരുന്നു. തെരഞ്ഞെടുപ്പിന് മുന്നേ ഇന്ത്യ മുന്നണി പ്രതിസന്ധികൾ നേരിടുകയാണോ, തെരഞ്ഞെടുപ്പിന് ശേഷം ഈ പ്രതിസന്ധി എങ്ങനെ നീളും, ഇലക്ഷൻ താണ്ടുമോ ഇന്ത്യ മുന്നണി എന്നൊക്കെയുള്ള ചോദ്യങ്ങളായിരുന്നു പ്രേക്ഷകർക്ക് മുന്നിൽ വെച്ചത്. അതിൽ 70% ആളുകളും ഇന്ത്യ മുന്നണിയിൽ പ്രതീക്ഷയർപ്പിക്കുന്നു, 30% ആളുകൾ പ്രതീക്ഷ അർപ്പിക്കുന്നില്ല എന്നാണ് പോളിൽ നിന്ന് വ്യക്തമാവുകയും ചെയ്യുന്നത്. ഇന്നത്തെ പൊതുവേദി ഇവിടെ സമാപിക്കുന്നു. നാളെ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.